ഇത് മറ്റൊരു വ്യൂ പോയിൻ്റ് പ്രദേശമാണ്. വലിയൊരു പാറയുടെ കുന്നിൻ്റെ മണ്ടയിൽ കയറി വേണം നമുക്ക് ചിത്രീകരിക്കാൻ. ഇവിടെയെങ്ങും ജനവാസമൊന്നും കണ്ടില്ല. പിന്നെ ഇതിനകത്ത് പ്രവേശിക്കുമ്പോഴേ നമ്മൾ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോഴേ ടേം ആൻഡ് കണ്ടീഷൻ എഴുതി ഒപ്പിട്ട് അതിൻ്റെ ഫീസ് അടച്ചിട്ട് തന്നെയാണ് നമ്മൾ കയറുന്നത്. അതുകൊണ്ട് ഭയക്കേണ്ടതില്ല. ഫോറസ്റ്റുകാർ വന്ന് നമ്മളെ പിടിക്കുമെന്ന് ഭയക്കേണ്ടതില്ല. പിടിക്കും. നമ്മൾ ഇതിനകത്ത് പാസ് എടുത്ത് കയറിയെന്നും പറഞ്ഞ് ഇതിനകത്ത് തോന്നിവാസം വല്ലതും കാണിക്കാൻ ശ്രമിച്ചാൽ ഫോറസ്റ്റുകാർ നിർബന്ധമായി നമ്മളെ പിടിക്കുക തന്നെ ചെയ്യും. തൽക്കാലം വളരെ നിശബ്ദമാണ്. എന്നാൽ ഈ അതിരപ്പള്ളി വാഴച്ചാൽ അതിലൂടെ കടന്നു പോകുമ്പോഴുള്ള ഒരു ഫോറസ്റ്റ് ഉണ്ടല്ലോ, നിഗൂഢ വനം എന്ന് പറയുന്ന ഫോറസ്റ്റ്, അത്രത്തോളം നിഗൂഢതയൊന്നും ഞാൻ നോക്കിയിട്ട് ഇവിടെ കാണുന്നില്ല. ഇവിടെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വനമാണ്, പക്ഷേ വനവും എസ്റ്റേറ്റും ഒക്കെയാണ്. പക്ഷേ എന്നാലും ആ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി വാഴച്ചാൽ വനമേഖലയെ പോലെ ഭീകരമായ അല്ലെങ്കിൽ നിഗൂഢമായ വനമല്ല. ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ റബ്ബർ, പൈനാപ്പിള്, ഏലം, ഗ്രാമ്പു, തേയില തുടങ്ങിയവയാണ് ഇവിടുത്തെ കൃഷികൾ. ആ കാണുന്ന ഒരു കെട്ടിടം കാണാവോ? എനിക്ക് തോന്നുന്നു തേയില എസ്റ്റേറ്റാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് അമ്പനാട് എസ്റ്റേറ്റിലെ കാഴ്ചകൾ. പിന്നെ വലിയ തണുപ്പുമില്ല കേട്ടോ. എസ്റ്റേറ്റ് മേഖലയെന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പൊതുവേ ഒരു വല്ലാത്തൊരു തണുപ്പല്ലേ നമുക്ക് അനുഭവപ്പെടുക. അത്രയ്ക്കും വലിയ തണുപ്പൊന്നുമില്ല. നമ്മൾ ആ അതിരപ്പള്ളി ഭാഗത്ത് ചെന്നാൽ നമുക്ക് രാവിലെ ഉണ്ടാകുന്ന ഒരു തണുപ്പ് ഫീലിങ്സേ ഉള്ളൂ, അല്ലാതെ ഫീലേ ഉള്ളൂ. അല്ല അതിൽ കൂടുതലുള്ള വലിയ ഒറിജിനൽ യഥാർത്ഥ എസ്റ്റേറ്റ് മേഖലയിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ കൂളിങ്, യഥാർത്ഥ എസ്റ്റേറ്റ് മേഖലയിൽ നമ്മൾ കടന്നു ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്ന പോലെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അത്തരം തണുപ്പൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല. എന്തായാലും ഈ പരിപാടി, അമ്പനാട് ഹിൽസിലെ പരിപാടി ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ദയവായി എൻ്റെ ഈ ചാനൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. മറക്കരുത്, നിർബന്ധമായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.